ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിസിക്ക ക്ലാസ്. ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ യൂണിറ്റ് 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ പാർട്ട് 4 വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സിനെ കുറിച്ച് പരിചയപ്പെട്ടു. അബ്സല്യൂട്ട് എറർ, മീൻ അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെൻറ്റേജ് എറർ. അപ്പോൾ ഒരു സെക്ഷനിൽ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇവിടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് ആണ്. എന്തുകൊണ്ടാണ് ഈ കോമ്പിനേഷൻ ഓഫ് എറേഴ്സിന് ഇത്രയും ഇമ്പോർട്ടൻസ് വന്നത് എന്നുള്ളത് നമുക്ക് പറയാം. ഇവിടെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നുള്ളത്. അപ്പോൾ ഈ ഡെൻസിറ്റിയിലെ നമ്മളിപ്പോൾ ഒരു ലിക്വിഡിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യുന്നതെന്ന് കരുതുക. അപ്പോൾ അതിൽ ഡെൻസിറ്റിയിലെ എറർ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മാസിൽ എറർ എന്താണെന്ന് കണ്ടുപിടിക്കണം, വോളിയത്തിൽ എറർ എന്താണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ മാസിൽ എററും വോളിയത്തിൽ എററും സെപ്പറേറ്റ് കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇവിടെ ഇടയിലൊരു അരിത്മെറ്റിക് ഓപ്പറേഷൻ ഉണ്ടല്ലേ, അതെന്താണ്? ഡിവിഷൻ എന്ന് പറയും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു അരിത്മെറ്റിക് ഓപ്പറേഷൻ ഇവിടെ നിൽക്കുമ്പോൾ ഈ മാസിലെ എററും വോളിയത്തിലെ എററും എന്ത് ചെയ്താലാണ് നമുക്ക് ഫൈനൽ റിസൾട്ടായിട്ടുള്ള ഡെൻസിറ്റിയിലെ എറർ കിട്ടുക എന്നുള്ളത് നമുക്കറിയണം. അതുപോലെ തന്നെ ഇവിടെ ഡിവിഷനാണ്, മൾട്ടിപ്ലിക്കേഷൻ വരാം, അല്ലെങ്കിൽ അഡിഷൻ വരാം, സബ്സ്ട്രാക്ഷൻ വരാം, പവർ ഇക്വേഷൻസ് വരാം. അപ്പോൾ ഇതുപോലെ ഏത് തരത്തിലുള്ള ഇക്വേഷൻസ് വന്നാലും അതിലെ ഫൈനൽ റിസൾട്ടിലെ എറർ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് കോമ്പിനേഷൻ ഓഫ് എറേഴ്സിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുന്നത്. ഏറ്റവും ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സമ്മിലും ഡിഫറൻസിൻ്റെയും കേസാണ്. അപ്പോൾ ഇതൊരു റൂളാണ്. ഓക്കെ, നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് അഡീഷനോ സബ്സ്ട്രാക്ഷനോ ആണെന്നുണ്ടെങ്കിൽ, അതായത് പ്ലസോ മൈനസോ ആണെന്നുണ്ടെങ്കിൽ അതിലെ ഫൈനൽ റിസൾട്ടിലെ എററുകൾ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് പറയുന്ന ഒരു റൂളാണ് ഇത്. ഓക്കെ, ഈ റൂൾ എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ഇക്വേഷനിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതും കൂടെ നമുക്കൊന്ന് പറയാം. ഇതിൻ്റെ ഡെറിവേഷൻ എക്സാമിന് ചോദിക്കില്ല, പക്ഷെ നമുക്ക് ഡെറിവേഷൻ അറിഞ്ഞാലാണ് ഈ ഒരു കാര്യത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സമ്മിൻ്റെ കേസ് എടുക്കുന്നു. സമ്മ് ഇപ്പം നമ്മുടെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ജനറലായിട്ട് നമ്മൾ എടുക്കുകയാണ്, ഇസഡ് ഈക്വൽ ടു A+B ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് കരുതുക. ഇപ്പോൾ ഇസഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫൈനൽ റിസൾട്ടിലെ എറർ എന്താണെന്ന് കണ്ടുപിടിക്കലാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പം അതിനു മുമ്പ് എ എന്ന് പറഞ്ഞ മെഷർമെൻറ്റിലെ എററിന് നമ്മൾ ഡെൽറ്റ എ ആണ് എറർ എന്ന് എടുക്കുന്നു. ബി എന്ന് പറഞ്ഞ മെഷർമെൻറ്റിലെ എറർ ഡെൽറ്റ ബി എന്നെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇസഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫൈനൽ റിസൾട്ടിലെ എറർ എന്ന് പറയുന്നത് ഡെൽറ്റ ഇസഡ് എന്നെടുക്കുന്നു. ക്ലിയർ ആണല്ലോ. ഇനി ഈ എ എന്ന് പറഞ്ഞ വാല്യൂവിനെ നമ്മൾ എററും കൂടെ കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? എ എന്നുള്ള ക്വാണ്ടിറ്റിയുടെ റീഡിങ് എന്തായിട്ട് മാറും? A+or- ഡെൽറ്റ എ ആവും. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ +or- ചേർക്കാനുള്ള കാരണം? ഇപ്പം നമ്മൾ മെഷർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 9.9 ആണെന്ന് വിചാരിക്കാം. ഒരു പക്ഷേ ഇതിനോട് കൂടിയിട്ട് 0.1 എന്നുള്ളത് ആഡ് ചെയ്യുമ്പോഴായിരിക്കാം ഒരു പക്ഷേ എന്ത് കിട്ടുക, കറക്റ്റ് വാല്യൂ കിട്ടുക, അല്ലെങ്കിൽ മൈനസ് ചെയ്യുമ്പോഴായിരിക്കാം കറക്റ്റ് വാല്യൂ കിട്ടുക. അപ്പോൾ ഇറർ നമുക്ക് വരുന്ന ഇറർ എന്ന് പറയുന്നത് ഒരു പക്ഷേ ആഡ് ചെയ്യുമ്പോഴാവാം കറക്റ്റ് വാല്യൂ റിസൾട്ടിലേക്ക് എത്തുക, അല്ലെങ്കിൽ മൈനസ് ചെയ്യുമ്പോഴായിരിക്കാം കറക്റ്റ് റിസൾട്ടിലേക്ക് എത്തുക. അതുകൊണ്ടാണ് അവിടെ പ്ലസ് ആവാം മൈനസ് ആവാം എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എ എന്നുള്ള റീഡിങ്ങിനെ നമുക്ക് ഇററും കൂടി ചേർത്ത് എഴുതി കഴിഞ്ഞാൽ A+or- ഡെൽറ്റ എ എന്ന് എഴുതാം. ബി എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? B+or- ഡെൽറ്റ ബി എന്ന് എഴുതാം. അപ്പോൾ ഇസഡ് എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? ഇസഡ് +or- ഡെൽറ്റ ഇസഡ് എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതിയാലോ. എങ്ങനെ എഴുതും എന്നുള്ളതല്ലേ. ഇപ്പോൾ ഇസഡിൻ്റെ പകരം നമുക്ക് എന്ത് എഴുതാം? ഇസഡ് +or- ഇസഡ് എന്ന് എഴുതാം. എക്ക് പകരം എന്ത് എഴുതാം? A+or- ഡെൽറ്റ എന്ന് എഴുതാം. ബിക്ക് പകരം എന്ത് എഴുതാം? B+or- ഡെൽറ്റ ബി എന്ന് എഴുതാം. അപ്പോൾ എന്ന് എഴുതാം. ഓക്കെ, z +or- delta z equal to
എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. എന്തുകൊണ്ട് ഇവിടെ പ്ലസ് ഇട്ടേ? എ പ്ലസ് ബി എന്നായിരുന്നില്ലേ, അതുകൊണ്ട് കേട്ടാ ഇവിടെ പ്ലസ് ഇടാനുള്ള കാരണം. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്നാണ്. ഇവിടെ എയും ബിയും ഉണ്ട് അല്ലേ, ഇത് നമുക്കൊന്ന് ഒരുമിച്ച് എഴുതിയാലോ. എ പ്ലസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താ സാധനം? ഈ സൈഡ് ഏതായിരുന്നു? ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ്. ഓക്കെ, ഈ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താ സാധനം? നമ്മൾ തുടക്കത്തിൽ എഴുതി ഓർക്കുന്നുണ്ടോ? എന്താ സാധനം? ഇസഡ് ആണല്ലേ. ഓക്കെ, എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇസഡും ഈ എ പ്ലസ് ബിയും ക്യാൻസലാക്കി കളഞ്ഞൂടെ? രണ്ട് സൈഡിലുള്ളത് ക്യാൻസലാക്കി കളയാം. അപ്പോൾ ബാക്കി വരുന്നത് എന്താവും? പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് എഴുതാം അല്ലേ. പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്ന് എഴുതാം. ഇതാണ് എന്ത്? ഫൈനൽ റിസൾട്ടായിട്ടുള്ള ഇസഡിലെ എറർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ പ്ലസ് ചെയ്യാൻ മൈനസ് ചെയ്യാൻ 4 ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് വരും. പക്ഷെ നമുക്ക് മാക്സിമം അബ്സൊല്യൂട്ട് എററാണ് റിസൾട്ടിലെ കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ ഇസഡ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള അബ്സൊല്യൂട്ട് എറർ ഇൻ ദ ഫൈനൽ റിസൾട്ട് ഈസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ആണ്. അതായത് ഓരോ ക്വാണ്ടിറ്റിയിലെയും എററുകൾ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഫൈനൽ റിസൾട്ടിലെ എറർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്? ഇവിടെ 2 ക്വാണ്ടിറ്റി ഉള്ളൂ, എയും ബിയും എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 ക്വാണ്ടിറ്റിയിലെയും എററുകൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്തു. എ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയിലെ എറർ ആയിരുന്നു ഡെൽറ്റ എ എന്ന് പറയുന്നത്. ബി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയിലെ എറർ ആയിരുന്നു ഡെൽറ്റ ബി എന്ന് പറയുന്നത്. ഇവ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ ഇസഡ് കിട്ടി. ഓക്കെ, അതാണ് മാക്സിമം പോസിബിൾ അബ്സൊല്യൂട്ട് എറർ ഇൻ ദി കേസ് ഓഫ് സം. ഇതേപോലെ തന്നെയാണ് എന്ത് വരുമ്പോഴും ഡിഫറൻസ് വരുമ്പോഴും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറൻസിൻ്റെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേറെ ഒന്ന് ചെയ്ത് കാണിക്കാം. ഇതേ പ്രൊസീജിയർ തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ അറിവിലേക്കായിട്ട് മാത്രം ചെയ്യുന്നു. തുടക്കം മുതൽ തന്നെ എടുക്കുന്നു. ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ബി, സോറി മൈനസ് ആണല്ലോ അല്ലേ ഇവിടെ നമ്മൾ പറയുന്നത്. സോ ഇസഡ് ഈക്വൽ ടു എ മൈനസ് ബി, ഡിഫറൻസിൻ്റെ കേസാണല്ലേ. അതുകൊണ്ട് എന്താണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഇസഡ് ഈക്വൽ ടു എ മൈനസ് ബി എന്നെടുക്കുന്നു. മുമ്പ് ചെയ്ത പോലെ തന്നെ, എല്ലാം വ്യത്യാസമില്ല. എയിലെ എറർ ഡെൽറ്റ എ, ബിയിലെ എറർ ഡെൽറ്റ ബി, ഇനി ഇസഡിലെ എറർ ഡെൽറ്റ ഇസഡ്. അതിനെ നമ്മൾ മാറ്റി എഴുതുന്നു, ഇക്വേഷനും മാറ്റി എഴുതുന്നു. അപ്പോൾ നമുക്കൊന്ന് എഴുതാം. എങ്ങനെ എഴുതാം? ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ. പിന്നെ ഇവിടെ എന്ത് ചിഹ്നം വരും? മൈനസ് വരും. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? ഇവിടെ മൈനസ് ആണല്ലേ ഡിഫറൻസിൻ്റെ കേസിൽ നമ്മൾ കാണുന്നത്. സോ ഇവിടെയും എന്ത് വരും? മൈനസ് വരും. ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഇത് എഴുതിയതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? നമ്മൾ മുമ്പത്തെ കേസിൽ ഇവിടെ ചെയ്തത് ഓർമ്മയുണ്ടോ? അതേപോലെ തന്നെയാണ് ഡിഫറൻസിൻ്റെ കേസിലും ചെയ്തിട്ടുള്ളൂ കേട്ടോ. എയിലെ എറർ ഡെൽറ്റ എ, ബിയിലെ എറർ ഡെൽറ്റ ബി, ഇസഡിലെ എറർ ഡെൽറ്റ സെഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എനും ബിനും ഇസഡിനും മാറ്റി എഴുതിയില്ലേ. എ മീൻസ് എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ, ബി മീൻസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി, ഇസഡ് മീൻസ് ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ് ആക്കി എഴുതി. അത് വെച്ച് നമ്മളൊരു ഇവിടെ ഒരു ഇക്വേഷൻ എഴുതിയില്ലേ, അതേപോലെ തന്നെയാണ് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഇവിടെ ഈ ഒരു ഇക്വേഷൻ എഴുതിയത്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്തത്?
ഈ എനെയും ഈ ബീനെയും നമ്മൾ ഒരുമിച്ച് എഴുതി അല്ലേ. അപ്പോൾ അതങ്ങനെയൊന്ന് നമുക്ക് എഴുതി നോക്കാം. ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ നമ്മൾ ഒപ്പം എഴുതി പോരുന്നതാണ്, പ്രത്യേകിച്ച് ഈ ഡെറിവേഷൻ ചെയ്യുമ്പോൾ നല്ലത് കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് ഡെറിവേഷൻസ് പഠിക്കാനുണ്ട്. സോ ഇത് രണ്ടും ഒരുമിച്ച് എഴുതുമ്പോൾ എന്ത് വരും? എ മൈനസ് ബി. ശരിയാണോ? എ മൈനസ് ബി അല്ലേ വരിക, ഇവിടെ മൈനസ് അല്ലേ ചിഹ്നം. ബാക്കിയുള്ളത് നമ്മൾ എടുത്ത് എഴുതുന്നു. പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്ന് എഴുതുന്നു. എഗെയിൻ എ മൈനസ് ബി എന്താ? എ മൈനസ് ബി എന്താ? ഇസഡ്. സോ ഇതും ഇതും ക്യാൻസലായി പോയോ? ക്യാൻസലായിപ്പോയി. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് എടുത്ത് എഴുതി കൂടെ. ബാക്കിയുള്ളത് എന്താ വരിക? ഡെൽറ്റ സെഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് തന്നെ കിട്ടിയത് വേണമെങ്കിൽ അതൊന്ന് മാത്രമായിട്ട് എടുത്ത് എഴുതാം. പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഇത് തന്നെയാണ് നമുക്കിവിടെ മുമ്പിലും നമ്മുടെ മറ്റേ സമ്മ് കണ്ടപ്പോഴും നമുക്ക് കിട്ടിയത് അല്ലേ. എന്താ പ്ലസ് ഓർ മൈനസ് ഇതല്ലേ കിട്ടിയത്. അപ്പോൾ ഇതിലും നമുക്ക് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള അബ്സലൂട്ട് എറർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഡെൽറ്റ ഇസഡ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ആണ്. കിട്ടിയോ? അതാണ് പറയുന്നത്, സമ്മാണെങ്കിലും ഡിഫറൻസ് ആണെങ്കിലും മാക്സിമം പോസിബിൾ ആയിട്ടുള്ള അബ്സലൂട്ട് എറർ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ ഇസഡ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സമ്മിൻ്റെ ഫോമിലോ ഡിഫറൻസിൻ്റെ ഫോമിലോ അല്ലെങ്കിൽ ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ ആണെന്നുണ്ടെങ്കിൽ ആ ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീസിലെ ഇററുകൾ തമ്മിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ റിസൾട്ടിലെ ഇറർ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ റൂളൊന്ന് നമുക്ക് വായിച്ചു നോക്കിയാലോ. വെൻ ടു ക്വാണ്ടിറ്റീസ് ആർ ആഡഡ് ഓർ സബ്സ്ട്രാക്റ്റഡ്, രണ്ട് ക്വാണ്ടിറ്റീസ് നമ്മൾ ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ ചെയ്യുമ്പോൾ ദി അബ്സലൂട്ട് എറർ ഇൻ ദി റിസൾട്ട് ഈസ് ദി സം ഓഫ് ദി അബ്സലൂട്ട് എറേഴ്സ് ഇൻ ദി ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീസ്. ഓരോ ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീസിൻ്റെയും അബ്സലൂട്ട് എററുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നതായിരിക്കും എന്ത് ഫൈനൽ റിസൾട്ടിലെ അബ്സലൂട്ട് എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഒരു റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സമ്മോ സബ്സ്ട്രാക്ഷനോ വരുമ്പോൾ. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഒരു പ്രൊഡക്റ്റോ കോഷ്യൻ്റ് വരാം. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആവാം ഡിവിഷൻ ആവാം. ശരിയല്ലേ? ഇപ്പം എന്താ പി ഈക്വൽ ടു എം ഇൻറ്റു വി മൊമെൻ്റം കാണാനുള്ള ഇക്വേഷനാണ്. അതൊരു മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ആർ ഈക്വൽ ടു വി ബൈ ഐ അതെന്താണ്? ഡിവിഷൻ അല്ലേ. ഇതുപോലത്തെ ഇക്വേഷനിൽ എറർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അതിനെ സംബന്ധിച്ച് റൂളാണ് ഇത്. അപ്പോൾ ഈ റൂള് പറയുന്നതിന് മുമ്പ് ഇതെങ്ങനെ വന്നു എന്നുള്ളതും കൂടെ പറയാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയൊക്കെ എടുക്കണം? ഇസഡ് ഈക്വൽ ടു എ ഇൻറ്റു ബി എന്ന് എടുക്കണം. ശരിയാണോ? കാരണം എന്താ? നമ്മൾ ആദ്യം ഇവിടെ നോക്കുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് നമ്മൾ ജനറലൈസ് ചെയ്തെടുക്കുന്നു? ഇസഡ് ഈക്വൽ ടു എ ഇൻറ്റു ബി എന്ന് എടുക്കുന്നു. ഓക്കെ, മുമ്പ് പറഞ്ഞ പോലെ തന്നെ എയിലെയും ബിയിലെയും എററുകളോട് കൂട്ടിച്ചേർത്ത് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എനെ എങ്ങനെ എഴുതാം? എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ എന്ന് എഴുതാം. ബീനെ എങ്ങനെ എഴുതാം? ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്ന് എഴുതാം. ഇസഡിനെ എങ്ങനെ എഴുതാം? ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷനെ മാറ്റി ഇത് കൂടെ. ഓക്കെ, ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ. ഇതിൻ്റെ ഇടയിൽ ക്രിയ എന്താണ്? അരിത്മെറ്റിക് ഓപ്പറേഷൻ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ കേട്ടോ. അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ടീച്ചറുടെ ബ്രാക്കറ്റിലാണ് എഴുതുന്നത് കേട്ടോ. ഇൻറ്റു ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യണം. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? ഇതിൽ ഓരോ ടേമും മറ്റ് ബ്രാക്കറ്റിലെ ഓരോ ടേമിനോടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ എ എന്ന് പറയുന്നത് ബിയോട് കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി. അടുത്തത് എന്ത് വരും? എ ഇൻറ്റു ഡെൽറ്റ ബി അല്ലേ. സോ പ്ലസ് ഓർ മൈനസ് എ ഇൻറ്റു ഡെൽറ്റ ബി. എഗെയിൻ പിന്നെ എന്ത് വരും?
അടുത്തത് നമുക്ക് ഈ ടേം എടുക്കാം, ഡെൽറ്റയുടെ. ഡെൽറ്റ എ ഇൻറ്റു ബി ആയിരിക്കും ആദ്യം വരിക. സോ ഡെൽറ്റ എ ഇൻറ്റു ബി എഗെയിൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു എന്ത് വരും, ഡെൽറ്റ ബി വരും. സോ ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി വന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓരോ ടേമും തെറ്റാതെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഇടയിൽ പ്ലസ് ഓർ മൈനസ് ചിഹ്നം ഇട്ടത്? ഇവിടെ ഇടയിൽ നമുക്ക് പ്ലസ് ഓർ മൈനസ് ചിഹ്നമായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇട്ടത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രത്തോളം എഴുതി കഴിഞ്ഞല്ലോ, നിങ്ങളപ്പം എഴുതി പോരാ കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇക്വേഷനിലെ രണ്ട് സൈഡിനെയും നമ്മൾ ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിനെ ഞാൻ ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇത് ഫുള്ള് എ ബി എന്നുള്ള ടേംസിലാണ് കിടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇസഡ് ഇക്വൽ ടു എന്താണ്, എ ഇൻറ്റു ബി ആണല്ലോ. സോ ഇസഡിന് പകരം ഞാനിവിടെ എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻ്റെ രണ്ട് സൈഡിന്, റൈറ്റ് ഹാൻഡ് സൈഡിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് നമ്മൾ ഇസഡിൻ്റെ ഇതുപയോഗിച്ച് ഡിവൈഡ് ചെയ്തു. ഇവിടെ ഇസഡ് വെച്ച് ചെയ്തു, ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഇസഡ് ഇക്വൽ ടു എ ബി ആയതുകൊണ്ട് എ ബി വെച്ച് ചെയ്തു. ഇത് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ഫൈനൽ റിസൾട്ട് നമുക്കൊന്ന് എഴുതാം. ഇസഡും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വന്നു, 1 അല്ലേ. സോ 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈക്വൽ ടു ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് വരും അല്ലേ. ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് വന്നു. ഈ പറയുന്ന ഇസഡ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ടൈമിന് ഓരോ ടൈമിന് സെപ്പറേറ്റ് ബാധകമാണ് കേട്ടോ. ഇതിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലോ, ഇതിൻ്റെ കേസിൽ എ ബി ബൈ എ ബി 1 വരിക. 1 പ്ലസ് ഓർ മൈനസ് എ ഡെൽറ്റ ബി ബൈ എ ബി എടുക്കുമ്പോഴോ, ഇതിലൊരു എയും ഇതിൽ എന്താണ് എയും തമ്മിൽ ക്യാൻസലായി പോവും. സോ എന്ത് വരും, ഡെൽറ്റ ബി ബൈ ബി വരും. പ്ലസ് ഓർ മൈനസ് എന്ത് വരും, ഡെൽറ്റ എ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എ ബി എന്ന് പറയുമ്പോൾ ഇതിലേതായിരിക്കും ക്യാൻസലാവുക, ബിയും ബി ആയിരിക്കും ക്യാൻസലാവുക. ബാക്കി എന്ത് വരും, ഡെൽറ്റ എ ബൈ എ വരും. പ്ലസ് ഓർ മൈനസ് പിന്നെ ഇതിലൊന്നും ക്യാൻസലായി പോകാനില്ല. ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി ബൈ എ ബി എന്ന് പറയുമ്പോൾ ഒന്നും ക്യാൻസലായി പോകാനില്ലാത്തതുകൊണ്ട് നമുക്കത് അങ്ങനെ തന്നെ എഴുതാം, ഡിവൈഡഡ് ബൈ എ ബി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഡെൽറ്റ എ ഡെൽറ്റ ബി എന്ന് പറയുന്നത് എ ബി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയിലെ ഇററുകളാണ് അല്ലേ. അപ്പോൾ ഇറർ എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റവും ചെറിയൊരു വാല്യൂ ആയിരിക്കും. 0.1 എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും ചെറിയൊരു വാല്യൂ ആയിരിക്കും ഇറർ എന്ന് പറയുന്നത്. അപ്പോൾ അവയുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും, അതിനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും അല്ലേ. സോ നമുക്ക് ഈ ഡെൽറ്റ എ ഡെൽറ്റ ബിൻ്റെ പ്രൊഡക്റ്റ് അത്രയും ചെറുതായതുകൊണ്ട് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ഡെറിവേഷനിൽ ഇതുപോലത്തെ ഇടയ്ക്ക് ചില ടേംസുകളൊക്കെ നെഗ്ലക്റ്റ് ചെയ്ത് കളയും. ഡെറിവേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ചെറിയ വാല്യൂസിനെ, ചെറിയ ക്വാണ്ടിറ്റീസിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഡെറിവേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. അത് ഈ കേസിൽ മാത്രമല്ല, ഇനി വരുന്ന നിങ്ങൾ പഠിക്കാൻ പോകുന്ന സകല ഡെറിവേഷനിലും അങ്ങനെ ഒരു നെഗ്ലക്റ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നെഗ്ലക്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ പറയുന്ന ഡെൽറ്റ എയും ഡെൽറ്റ ബിയും എന്ന് പറയുന്നത് എററാണ്, ചെറിയ വാല്യൂസാണ് വരുന്നത്. 0.1 0.001 ഒക്കെ ആയിരിക്കും വാല്യൂസ് വരിക. അപ്പോൾ അവയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നോക്കി നോക്ക്, 0.001 ഇൻറ്റു 0.001 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് പിന്നെയും ചെറുതായി മാറിയില്ലേ. അതുകൊണ്ട് അത്രയും ചെറുതായതുകൊണ്ട്, അതായത് ഈ പറയുന്ന ബാക്കിയുള്ള ടേംസിൽ, ആ ഇക്വേഷനിലെ ബാക്കിയുള്ള ടേംസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ചെറുതായതുകൊണ്ട് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, ഈ ടേം മൊത്തം നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്നു. ബാക്കിയുള്ളത് എഴുതാവോ, എഴുതാം. അതിന് മുന്നേ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു 1 ഉണ്ട് അല്ലേ. ഈ 1 തുല്യല്ലേ, ക്യാൻസലാക്കി കൂടെ, ക്യാൻസലാക്കി കളയാം. ഇനി ബാക്കി വരുന്നതൊന്നും നിങ്ങളൊന്ന് വായിച്ചേ. ഡെൽറ്റ ഇസഡ് ബൈ സെഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ബൈ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ എ. അപ്പോൾ നമുക്ക് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള എറർ എന്തായിരിക്കും, ഇതിങ്ങനെ ഈ ഡിവിഷനായിട്ട് എഴുതുന്നതിന് നമ്മൾ എന്ത് എറർ എന്ന് പറയാം, എബ്സലൂട്ട് എറർ ആണോ? പിന്നെ എന്ത് എറർ എന്ന് പറയാം, റിലേറ്റീവ് എറർ എന്നല്ലേ പറയാം. ഡെൽറ്റ എ ബൈ എ എന്ന് പറയുന്നത് അല്ലേ റിലേറ്റീവ് എറർ അല്ലേ. മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡ് ബൈ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് റിലേറ്റീവ് എററിൻ്റെ ഫോമിലല്ലേ. സോ നമുക്ക് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള റിലേറ്റീവ് എറർ ഇൻ ദി ഫൈനൽ റിസൾട്ട് വി ക്യാൻ റൈറ്റ് ഇറ്റ് നൗ. ഡെൽറ്റ ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി എന്ന് എഴുതാം.
അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ അതായത് ഒരു ഇക്വേഷൻ പി ഈക്വൽ ടു എം ബി അതുപോലത്തെ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന ഇക്വേഷൻസ് ആണെങ്കിൽ അതിൽ വരുന്ന മാക്സിമം പോസിബിൾ ആയിട്ടുള്ള റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് എന്താണ്, ഓരോ ക്വാണ്ടിറ്റിയിലെയും റിലേറ്റീവ് എററുകൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ആഡ് ചെയ്താൽ മതിയാവും. ഇത് തന്നെയാണ് ഈ കോഷ്യൻറ്റിൻ്റെ കേസിൽ നടക്കുന്നത്. സമ്മിൻ്റെ അതേപോലെ തന്നെയായിരുന്നല്ലോ ഡിഫറൻസും വന്നത്. അതുകൊണ്ട് പ്രൊഡക്റ്റിൻ്റെ അതേ കേസ് പോലെ തന്നെയാണ് കോഷ്യൻറ്റിൻ്റെ കേസിലും നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സെപ്പറേറ്റ് ചെയ്യുന്നില്ല, ഇതേ പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ. ഇത് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ബാക്ക് അടിച്ച് കണ്ടാൽ മതി. ഇപ്പോൾ ഈ പറയുന്ന ഈ ഡെറിവേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് മുന്നത്തെ ഡെറിവേഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ബാക്ക് അടിച്ച് കണ്ടാൽ മതിയും. കാരണം ഇത് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതല്ല. പക്ഷേ ഇതെങ്ങനെ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തി എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ബാക്ക് അടിച്ച് കാണാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റൂളിലേക്ക് പോകാം. നമ്മളൊരു പ്രൊഡക്റ്റോ കോഷ്യൻ്റോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂൾ എന്ന് പറയുന്നത് ആ എററിലെ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് ഓരോ ക്വാണ്ടിറ്റിയിലെയും മാക്സിമം പോസിബിൾ ആയിട്ട് റിലേറ്റീവ് എറർ തമ്മിൽ ആഡ് ചെയ്തതായിരിക്കും. ഓക്കെ, നമുക്ക് റൂളൊന്ന് വായിച്ചാലോ. വെൻ ടു ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ്, രണ്ട് ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദി റിലേറ്റീവ് എറർ ഇൻ ദി റിസൾട്ട് ഈസ് ദി സം ഓഫ് ദയർ റിലേറ്റീവ് എറേഴ്സ് ഇൻ ദി മൾട്ടിപ്ലൈസ്. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ആയിക്കോട്ടെ, അതിൽ വരുന്ന രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ടാവില്ല, രണ്ടോ മൂന്നോ എത്ര ക്വാണ്ടിറ്റീസ് ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ റിലേറ്റീവ് എററുകളുടെ സമ്മാണ് എന്ത് ഫൈനൽ റിസൾട്ടിലെ എറർ എന്ന് പറയുന്നത് കേട്ടോ. ദാറ്റ് മീൻസ് ഡെൽറ്റ ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഇത് വേറൊരു റൂളാണ്, കോമ്പിനേഷൻ ഓഫ് എററുകളിലെ റൂൾ നമ്പർ 2 ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ വെച്ച് പ്രോബ്ലംസ് ചെയ്യാൻ വരും നിങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ടാണ് റൂൾസ് പഠിപ്പിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് എന്തിലേക്ക് പോവാം, ഒരു പവർ വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. പവർ വരില്ലേ, നമുക്ക് പല ഇക്വേഷനിലും പവർ വരും, നോക്കാം. ഇപ്പം നമ്മുടെ ഇക്വേഷൻ സെഡ് ഈക്വൽ ടു ജനറലൈസ് ചെയ്തുള്ള ഇക്വേഷൻ സെഡ് ഈക്വൽ ടു എ സ്ക്വയർ ആണ് വിചാരിക്കുക. എ സ്ക്വയർ എ റെസ്റ്റ് 2 എന്ന് പറയുമ്പോൾ എന്താ, 2 എന്നുള്ളത് പവർ അല്ലേ. അപ്പോൾ ഇതുപോലെ വരുന്ന ഇക്വേഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇക്വേഷൻ വരുമ്പോൾ എങ്ങനെ എറർ കണ്ടുപിടിക്കും, ഇത്തരത്തിലുള്ള ഇക്വേഷനിൽ എങ്ങനെ എറർ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ അത് ചെറുതായിട്ടൊന്ന് ചെയ്ത് കാണിക്കാം കേട്ടോ, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ ഡെറിവേഷൻ ആവശ്യമില്ല. അപ്പോൾ ഈ സെഡിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, എ ഇൻറ്റു എ എഴുതിക്കൂടെ. എ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എ ഇൻറ്റു എ ആണല്ലോ. സോ എ ഇൻറ്റു എ എഴുതി. ഇപ്പോൾ അത് പ്രൊഡക്റ്റായി അല്ലേ. എ ഇൻറ്റു എ എന്ന് പറയുമ്പോൾ എന്താണ്, അത് പ്രൊഡക്റ്റായി. അപ്പോൾ ആ പ്രൊഡക്റ്റ് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എങ്ങനെയാണ് ഇതിൽ എറർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് എറർ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞത് എങ്ങനെയാണെന്ന് ഓർത്തെടുത്ത്. ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ, പിന്നെ ഏതാ ചിഹ്നം പ്ലസ്, ഏതായാലും അഡീഷനാണ്. സമ്മിൻ്റെ ഡിഫറൻസിൻ്റെ കേസിൽ എറർ കണ്ടുപിടിച്ചപ്പോഴും അവിടെ അഡീഷനാണ് വന്നത്. മാക്സിമം പോസിബിൾ ആയിട്ടുള്ള എറർ നമ്മൾ എടുക്കുന്നത് അല്ലേ. അതേമാതിരി പ്രൊഡക്റ്റും കോഷ്യനും കണ്ടുപിടിച്ചപ്പോൾ അവിടെ ഇത് തന്നെയാണ് വന്നത്, അഡീഷൻ തന്നെയാണ് വന്നത്. ഡെൽറ്റ എ ബൈ എ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഡെൽറ്റ എ ബൈ എ എന്ന് പറയുമ്പോൾ ഇത് 2 ആണ് അല്ലേ, 2 തവണയുണ്ട് അല്ലേ. സോ നമുക്ക് എന്ത് എഴുതാം, ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ എന്ന് എഴുതിയതിൽ തെറ്റുണ്ടോ, തെറ്റില്ല, ഇല്ലല്ലോ, അത് ശരിയാണല്ലോ. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും പവർ വരുന്ന കേസിലെ എറർ എന്ന് പറയുന്നത്. ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. ഓക്കെ, ഇപ്പോൾ ഇത് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, സെഡ് ഈക്വൽ ടു എ റൈസ് ടു എൻ ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ സെഡ് ബൈ സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഡെൽറ്റ എ ബൈ എ എന്നായിരിക്കും വരിക. അതാണ് ഇവിടെ നമ്മൾ റൂളിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് റൂൾ നമ്പർ 3 എന്ന് പറയുന്നത്, പവർ വരുന്ന കേസിൽ. നമുക്കൊന്ന് വായിക്കാം. ദി റിലേറ്റീവ് എറർ ഇൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി റേസ്ഡ് ടു ദി പവർ n ഈസ് n ടൈംസ് ദി റിലേറ്റീവ് എറർ ഇൻ ദി ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീസ്. ഓരോ ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീസിലുള്ള
റിലേറ്റീവ് എറർ എടുക്കണം. അത് പവർ എത്രയാണോ അത്രയും ടൈംസ്. ഇപ്പോൾ n ആണ് പവർ എന്നുണ്ടെങ്കിൽ അത്രയും ടൈംസ് n ഇൻറ്റു ഡെൽറ്റ എ ബൈ എ എന്നായിരിക്കും വരിക. അപ്പോൾ ഡെൽറ്റ സെഡ് ബൈ സെഡ് ദറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ആയിരിക്കും റൂൾ വരുന്നത്. ഇവിടെ നമ്മൾ എന്താണ് കാണുന്നത്? റിലേറ്റീവ് എററാണ് കാണുന്നത്. ഇപ്പോൾ ഇസഡ് ഈക്വൽ ടു എ സ്ക്വയർ ആയി കഴിഞ്ഞാൽ പവർ 2 ആയതുകൊണ്ട് ഇവിടെ എന്ത് വന്നു? 2 ടൈംസ് ഡെൽറ്റ എ ബൈ എ വന്നു. നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാനായിട്ട് ഞാനൊരു ജനറലായിട്ടൊരു ഇക്വേഷൻ കൂടെ എഴുതിയിട്ട് കാണിച്ചു തരാം. ഇസഡ് ഈക്വൽ ടു എ റേസ് ടു പി ബി റേസ് ടു ക്യൂ ഡിവൈഡഡ് ബൈ ബി റേസ് ടു ക്യൂ ഡിവൈഡഡ് ബൈ സി റേസ് ടു ആർ. ഇങ്ങനെയും വരാം. മൾട്ടിപ്ലിക്കേഷൻ വന്നാലും ഡിവിഷൻ വന്നാലും നമ്മൾ റിലേറ്റീവ് എററിൻ്റെ സമ്മ് തന്നെയാണ് എടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ഡിവിഷൻ വന്നു എന്ന് കരുതി നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. സോ നമ്മുടെ എറർ എന്ന് പറയുന്നത് ഫൈനൽ റിസൾട്ടിൽ എറർ ഡെൽറ്റ ഇസഡ് ഡിവൈഡ് ബൈ സെഡ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വന്നാലും ഡിവിഷൻ വന്നാലും പവർ വന്നാലും റിലേറ്റീവ് എറർ തന്നെയാണ് എടുക്കുക കേട്ടോ. ഡെൽറ്റ സെഡ് ബൈ സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് ആഡ് തന്നെയാണ് വേണ്ടത് അല്ലേ, ക്യൂ ഇൻറ്റു ബി റെസ്റ്റ് ക്യൂ എന്ന് പറയുമ്പോൾ എത്രയാണോ പവർ വന്നത് അത്രയും ടൈംസ് എന്നാണ്. അപ്പോൾ ക്യൂ ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി വരും. പിന്നെ പ്ലസ് തന്നെയാണ് വരുന്നത് ആർ ഇൻറ്റു ഡെൽറ്റ സി ബൈ സി വരും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയാലോ? ഇത് എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെയാണ് 3 റൂളുകൾ എന്ന് പറയുന്നത്. ഒന്ന് സമ്മിൻ്റെ കേസിൽ വരുമ്പോൾ, രണ്ടാമത്തെ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് സമ്മിൻ്റെ കേസിൽ വരുമ്പോൾ മാക്സിമം പോസിബിളായിട്ട് അബ്സലൂട്ട് എററാണ് എടുക്കുന്നത്. ഡെൽറ്റ ഇസഡ് ഈക്വൽ ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ പി ആണ്. പ്രൊഡക്റ്റിൻ്റെയും കോഷ്യൻ്റിൻ്റെയും കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഡെൽറ്റ റിലേറ്റീവ് എററാണ് എടുക്കുന്നത് കേട്ടോ. ഡെൽറ്റ ഇസഡ് ബൈ സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി എന്ന് വരും. പവർ വരികയാണെന്നുണ്ടെങ്കിലും എത്രയാണോ പവർ അത്രയും ടൈംസ് റിലേറ്റീവ് എററാണ് നമ്മൾ എടുക്കുന്നത്. ഡെൽറ്റ ഇസഡ് ബൈ സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഡെൽറ്റ എ ബൈ എ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിളും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം കേട്ടോ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. വി ഈക്വൽ ടു 100 പ്ലസ് ഓർ മൈനസ് 5 വോൾട്ട്, ഐ ഈക്വൽ ടു 10 പ്ലസ് ഓർ മൈനസ് 0.2 ആംപിയർ. ഫൈൻഡ് പെർസെൻറ്റേജ് എറർ ഇൻ ദി റെസിസ്റ്റൻസ് എന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് എറർ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം റിലേറ്റീവ് എറർ കാണണം അല്ലേ. അപ്പോൾ റിലേറ്റീവ് എറർ നമുക്ക് കണ്ടുപിടിക്കാം. ഇതൊരു ഇക്വേഷൻ്റെ കേസിലുള്ള റിലേറ്റീവ് എററാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏത് ഇക്വേഷനിലെ? ആർ ഈക്വൽ ടു വി ബൈ ഐ. ഇവിടുത്തെ അരിത്മെറ്റിക് ക്രിയ എന്താണ്? അരിത്മെറ്റിക് ഓപ്പറേഷൻ എന്താണ്? ഡിവിഷൻ ആണല്ലേ. ഡിവിഷൻ വന്നാലും നമ്മൾ റിലേറ്റീവ് എററുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വി ഈക്വൽ ടു 100 പ്ലസ് ഓർ മൈനസ് 5 വാൾട്ട് എന്ന് പറയുമ്പോൾ ഈ 100 എന്ന് പറയുന്നത് എന്താണ്? വി ആണല്ലേ. ഡെൽറ്റ വി എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. ഇപ്പോൾ ഐ ഈക്വൽ ടു 10 പ്ലസ് ഓർ മൈനസ് 0.2 ആംപിയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കേസിൽ ഐ എന്താണ്? 10 ആണ്. ഡെൽറ്റ ഐ എന്താണ്? 0.2 ആണ്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വി ഐ ഡെൽറ്റ വി ഐ ഐ ഐ ഡെൽറ്റ ഐ ഐ. അപ്പോൾ ഇനി നമുക്ക് ആറിലുള്ള റിലേറ്റീവ് എറർ എന്താണെന്ന് കണ്ടുപിടിച്ചൂടെ? അത് കണ്ടുപിടിച്ച് നമുക്ക് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ആറിലുള്ള റിലേറ്റീവ് എറർ എന്തായിരിക്കും? ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി പ്ലസ് തന്നെയല്ലേ വരിക. ഡിവിഷൻ ആണെങ്കിലും റിലേറ്റീവ് എററുകൾ ആഡ് ചെയ്യാനാണ് വേണ്ടത്. ഡെൽറ്റ ഐ ബൈ ഐ. ഈ ഇക്വേഷൻ നമ്മൾ അവിടെ സെഡ് ഈക്വൽ ടു എ പ്ലസ് ബി ഉപയോഗിച്ച് ചെയ്തു. അതിന് പകരം ഇവിടെ ആർ ഈക്വൽ ടു ബി ബൈ ഐ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ലെറ്ററുകൾ മാത്രം മാറിയിട്ടുള്ളൂ കേട്ടോ, ക്രിയകളൊന്നും മാറിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഫൈനൽ റിസൾട്ടിലെ റിലേറ്റീവ് എറർ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഡെൽറ്റ വി എന്ന് പറയുന്നത് എന്തായിരുന്നു? 5 ആണ് അല്ലേ. ഡെൽറ്റ വി എന്ന് പറയുന്നത് 5 ആണ്. സോ 5 ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. സോ 100 പ്ലസ് ഡെൽറ്റ ഐ എന്ന് പറയുന്നത് എന്താണ്? 0.2 ആണ്. ഡിവൈഡഡ് ബൈ ഐ എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? 5 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? 0. ഇവിടെ 100 ആണ് അടിയിൽ അല്ലേ, 2 zeros ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ മുകളിൽ എത്ര സ്ഥാനം നീക്കി? പോയിൻ്റ് എണ്ണം 2 സ്ഥാനം നീക്കിയിട്ടുണ്ട്. ഇവിടെ 5 എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 0 കൂടി ചേർത്ത് കൊടുക്കണം. 0.05. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, ചെറുപ്പം മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ 0.2 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര സീറോസ് ഉണ്ട്? 1 0. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു സ്ഥാനം നീക്കിയിട്ടാണ് പോയിൻ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരു സ്ഥാനം കൂടി നീക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം?
ഒരു 0 കൂടെ ഇട്ട് കൊടുക്കണം. സോ 0.02 വരും. ക്ലിയർ ആണല്ലോ. ഇത് ആഡ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? 0.05 പ്ലസ് 0.02 ദാറ്റ് മീൻസ് ആഡ് ചെയ്യാനറിയാലോ 0.7 എന്ന് പറയും. റിലേറ്റീവ് എററിൻ്റെ R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് 0.07 എന്നുള്ളത് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പെർസെൻറ്റേജ് എററാണ്. സോ പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് എറർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ റിലേറ്റീവ് എററിനെ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്താൽ മതി. അപ്പോൾ റിലേറ്റീവ് എറർ ∆R/Rനെ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഇൻറ്റു 100% എന്ന് കണ്ടാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് റിലേറ്റീവ് എറർ ഇൻ റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് എന്താണ് കിട്ടിയത്? 0.07 ആണ്. സോ 0.07 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക, അല്ലെങ്കിൽ 2 സീറോസ് ഉണ്ടല്ലോ, അപ്പോൾ 2 സ്ഥാനം നീക്കി പോയിൻ്റ് ഇടുമ്പോൾ നമുക്ക് 7% എന്നുള്ളതായിരിക്കും ഫൈനൽ റിസൾട്ട് കിട്ടുക. അപ്പോൾ ഇത് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? കിട്ടിയല്ലോ. ഒന്നുമില്ല, നമുക്ക് റിലേറ്റീവ് എററിൻ്റെ R എന്ന് പറയുന്നത് ഇക്വേഷൻ നമുക്കറിയാം. നമ്മുടെ ഫൈനൽ എന്ത് ചെയ്താൽ മതി? R = V/I ആണ്. ഡിവിഷൻ ആണെന്നുണ്ടെങ്കിലും എന്താണ്? റിലേറ്റീവ് എററുകൾ തമ്മിൽ ആഡ് ചെയ്യാണ് വേണ്ടത്. സോ ∆R/R ദാറ്റ് ഈസ് ഈക്വൽ ടു ∆V/V പ്ലസ് ∆I/I എന്നുള്ളത് നമുക്ക് എഴുതാം. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ വാല്യൂസ് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് ആദ്യം കാണുന്നതാണ് എന്ത്? V എന്ന് പറഞ്ഞ വാല്യൂ. പ്ലസ് ഓർ മൈനസ് കഴിഞ്ഞിട്ട് എഴുതുന്ന ഈ ചെറിയ വാല്യൂ ആണ് ∆V എന്ന് പറയുന്ന വാല്യൂ. ഇപ്പോൾ 10 എന്ന് പറയുന്നത് I ആണ്, 0.2 ആണ് ∆I എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ വാല്യൂസ്, ആ ക്വാണ്ടിറ്റീസ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം. എന്നിട്ട് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് റിലേറ്റീവ് എററാണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് പെർസെൻറ്റേജ് എററാണ്. അപ്പോൾ അതിന് ഇൻറ്റു 100 ചെയ്താൽ പെർസെൻറ്റേജ് എററിൽ കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് 3 റൂളുകൾ പരിചയപ്പെട്ടു. സമ്മ് ഡിഫറൻസും വരുമ്പോൾ ഒരു റൂള്, രണ്ടാമത്തെ റൂള് എന്താണ്? പ്രൊഡക്റ്റും കോഷ്യൻറ്റും വരുമ്പോഴത്തെ വേറെ റൂള്, മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ എന്താണ്? പവർ വരുമ്പോഴത്തെ റൂള്. സമ്മൺ ഡിഫറൻസ് വരുമ്പോഴത്തെ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള അബ്സല്യൂട്ട് എററാണ് എടുക്കുന്നത്. പ്രൊഡക്റ്റോ കോഷ്യൻറ്റോ പവറോ വരുമ്പോൾ റിലേറ്റീവ് എററുകളുടെ സമ്മാണ് എടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തു. ബാക്കി പ്രോബ്ലംസ് നമ്മൾ പ്രോബ്ലം ഡിസ്കഷൻ സെക്ഷനിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരമാണെന്ന് അതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.